ദുൽഖറും പ്രണവും ഒന്നിക്കുന്ന ഒരു സിനിമ വരുന്നു. അഞ്ജലി മേനോൻ സംവിധാനം ചെയ്യുന്ന ഈ സിനിമ നിർമ്മിക്കപ്പെടുക ദുൽഖറിന്റെ വേഫാറർ ഫിലിംസ് ആയിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു പക്ഷേ സിനിമയിൽ നായികയായി നസ്രി ആയിരിക്കും എത്തുക. കാർത്തി നായകനാവുന്ന കാർത്തിയുടെ പുതിയ ചിത്രമാണ് കാർത്തി 27 എന്ന ചിത്രം. ഈ സിനിമയുടെ ടൈറ്റിൽ ഇപ്പോഴത്തെ മെയ് അഴകൻ എന്നായിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമയുടെ ഷൂട്ടെല്ലാം 70% ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ സിനിമ ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറിയും കൂടിയാണ്. സിനിമയിൽ മെയിൻ വില്ലനായി എത്തുന്നത് അരവിന്ദ് സ്വാമിയാണ്. മോഹൻലാൽ സിനിമകളിൽ വളരെ പ്രതീക്ഷയുള്ള ചിത്രമാണല്ലോ റംബാൻ എന്ന ചിത്രം. ഈ സിനിമയുടെ ഒരു വമ്പൻ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ സിനിമയിൽ ഇപ്പോഴത്തെ മോഹൻലാലിന് കൂടാതെ തന്നെ ജോജു ജോർജുവും ബിജു മേനനും ഉണ്ടായേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു പക്ഷേ ഇവർ രണ്ടുപേരും വരികയാണെങ്കിൽ പക്ക ആക്ഷൻ ഫിലിമാവുമെന്ന് പ്രതീക്ഷിക്കാം. ചെമ്പൻ വിനോദ് കഥ എഴുതുന്ന ഈ സിനിമ സംവിധാനം ചെയ്യുന്ന ജോഷിയും കൂടിയാണ്. ഈ വർഷമായിരിക്കും സിനിമയുടെ ഷൂട്ടെല്ലാം ആരംഭിക്കുക. ശിവാർത്തി നായകനാവുന്ന അടുത്ത ചിത്രമാണ് SK21. നിലവിൽ ഷൂട്ട് നടക്കുന്ന ഈ സിനിമയിൽ ഇപ്പോഴത്തെ കമൽഹാസനും ജോയിൻ ചെയ്തെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൂടാതെ തന്നെ രാജ്കമൽ ഫിലിംസ് ആണ് ഈ സിനിമ നിർമ്മിക്കുകയും ചെയ്യുന്നത്. ഒരു പക്ഷേ ഈ സിനിമയിൽ ക്യാമിയോ റോളിൽ കമൽഹാസൻ എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ സിനിമയുടെ ഭാഗത്തു നിന്ന് കൂടുതൽ അപ്ഡേഷൻസ് എല്ലാം ഇനി പ്രതീക്ഷിക്കാം. മമ്മൂട്ടിയും ജീവയും ഒന്നിക്കുന്ന പുതിയ തെലുങ്ക് ചിത്രമാണ് യാത്ര 2 എന്ന ചിത്രം. സിനിമയുടെ ഒരു പോസ്റ്റർ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. സിനിമ ഫെബ്രുവരി 9 റിലീസിനെത്തുക. വിടാമുയർച്ചയ്ക്ക് ശേഷം അജിത് നായകനാവുന്ന ചിത്രമാണല്ലോ AK63 എന്ന ചിത്രം. ഈ സിനിമയുടെ പൂജ ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി ഈ സിനിമയുടെ ഷൂട്ട് ഒരു പക്ഷേ മാർച്ചിലോ അല്ലെങ്കിൽ ഏപ്രിലോ ആയിരിക്കും ആരംഭിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. മാർക്കൈനൻ എന്ന സിനിമയ്ക്ക് ശേഷം ആദിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ ഇപ്പോഴത്തെ മ്യൂസിക് ഡയറക്ടറെ DSP ആയിരിക്കും എത്തുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു പക്ഷേ ഈ സിനിമ നിർമ്മിക്കുക മൈത്രി മൂവി മേക്കേഴ്സും കൂടിയായിരിക്കും. എന്തായാലും സിനിമയുടെ ഭാഗത്തുനിന്ന് ഉടൻ തന്നെ കൂടുതൽ അപ്ഡേഷൻസ് എല്ലാം പ്രതീക്ഷിക്കും. ജനുവരി മാസം റിലീസിനെത്തുന്ന മോഹൻലാൽ ചിത്രമാണല്ലോ മലൈക്കോട്ട് വാലിബൻ. ഈ സിനിമയ്ക്ക് 2ാം ഭാഗം വരുന്നതായ റിപ്പോർട്ടുകൾ. കൂടാതെ തന്നെ കുറച്ചു മുമ്പ് ഇവർ വീണ്ടും ഒന്നിക്കുന്ന വാർത്തകളെല്ലാം പുറത്തു വന്നിരുന്നു. ഒരു പക്ഷേ ഈ സിനിമയുടെ 2ാം ഭാഗമായിരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും മലൈക്കോട്ട വാലിബൻ ജനുവരി 25 റിലീസിനെത്തുന്നത്. മഹാത്മാ അയ്യങ്കാളിയായി മമ്മൂട്ടി എത്തുന്നൊരു സിനിമ വരുന്നു. ഈ സിനിമ ഇപ്പോഴത്തെ കുതിരവൻ എന്നായിരിക്കും ഈ സിനിമയുടെ പേര് എന്നാണ് അറിയാൻ കഴിയുന്നത്. മമ്മൂട്ടി കമ്പനി തന്നെ നിർമ്മിക്കുന്ന ഈ സിനിമ അരുൺ രാജായിരിക്കും സംവിധാനം ചെയ്യുക. സിനിമയുടെ ഷൂട്ടെല്ലാം ഈ വർഷം തന്നെ ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഉടൻ തന്നെ ഈ സിനിമയുടെ കൂടുതൽ അപ്ഡേഷൻസ് എല്ലാം പ്രതീക്ഷിക്കാം. ഈ വർഷം പൊങ്കൽ റിലീസായി വന്ന 2 തമിഴ് സിനിമയായിരുന്നല്ലോ ക്യാപ്റ്റൻ മില്ലർ അതുപോലെ അയലാൻ എന്ന ചിത്രം. ഈ 2 സിനിമകളും ഇറങ്ങി 4 ദിവസം പിന്നിടുമ്പോൾ ഇപ്പോഴത്തെ 50 കോടി കളക്ഷൻ നേടിയിരിക്കുകയാണ്. അത് അവർ ഒഫീഷ്യലായി തന്നെ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ 2 ചിത്രങ്ങളും ആ നടന്മാരുടെ കരിയറിൽ തന്നെ കൂടുതൽ ബഡ്ജറ്റിൽ വരുന്നൊരു സിനിമയും കൂടിയാണ്.